لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل جاء الحق وزهق الباطل إن الباطل كان زهوقا قال رسول الله صلى الله عليه وسلم بدأ الإسلام قريبا فسيعود كما بدأ ارتكبت هل الخطأ غير عسر وعداد لك أشكو فيه يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي أنت أم أب ما رأينا فيهما مثل حسنك حط يا سيدي خير النبي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നെ ബിദ്ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് കൈപിടിച്ച് ഈ പ്രസ്ഥാനത്തിൽ വന്ന് നിങ്ങളെ മുന്നിൽ നിൽക്കാൻ അർഹമുർ-റഹീമായ തമ്പുരാൻ അനുഗ്രഹിക്കുന്നതിന് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദ് അലവി സഖാഫി അവരുകളെ, മറ്റു പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മയോദ്ധാക്കളെ, അസ്സലാമു അലൈക്കും. സമയം വളരെ പരിമിതമാണ്. തന്നെയുമല്ല കുറച്ച് ദിവസമായിട്ട് വളരെ സുഖമില്ലാതെ ഒരു ന്യൂറോളജിന്റെ ചികിത്സയിൽ ഇരിക്കുകയുമാണ്. എന്നാലും ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നെ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ അനാരോഗ്യം വകവെക്കാതെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ ഞാൻ വരണോ? തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞപ്പോഴാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ദീർഘിച്ച് സംസാരിക്കാനുള്ളൊരു വേദിയുമില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാതിരിക്കാൻ നിർവാഹവുമില്ല. ഏതായാലും പടച്ച തമ്പുരാൻ നിങ്ങളോട് സംസാരിക്കാനും എനിക്കതിനുള്ള ആഫിയത്ത് നൽകട്ടെ. അതോടുകൂടി വല്ല ബിദ്ഈ പ്രസ്ഥാനക്കാരും ഉണ്ടെങ്കിൽ അവർ തെറ്റിദ്ധരിച്ച് ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് കടന്നു വരാൻ ഈ പ്രസംഗം ഉപകരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ 30 വർഷം ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. കുറ്റിപ്പുറം നിയോജക മണ്ഡലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയും എന്റെ നാടായ എടക്കുളം യൂണിറ്റിന്റെ സെക്രട്ടറിയും. എന്താണ് 30 വർഷം ഞാൻ മുജാഹിദ് പ്രവർത്തകനും പിന്നീട് ഗൾഫിൽ നിന്ന് വന്നു. ഇപ്പോൾ 6 വർഷമായി, ഞാൻ 7 വർഷം. അതിന്റെ ഇടയ്ക്ക് വന്നപ്പോൾ കുറ്റിപ്പുറം മണ്ഡലം മുജാഹിദ് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയും എടക്കുളം യൂണിറ്റിന്റെ സെക്രട്ടറിയും അതോടുകൂടി തന്നെ എടക്കുളം ദാറുൽ ഹുദ മദ്രസ മുജാഹിദിന്റെ മദ്രസയിലെ സദർ മുദരിസും പരിസരത്തുള്ള തിരൂര്, കുറ്റിപ്പുറം, കുറ്റൂര്, അല്ലൂര് പോലത്തെ സ്ഥലങ്ങളിൽ ഖതീവായിട്ടും ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. മുജാഹിദിന്റെ കൊമ്പ് വെച്ച വമ്പന്മാരോട് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം വളരെ അസ്ഥാനത്താണ്. കാരണം അതെനിക്ക് മനസ്സിലായത്, ഞാൻ നാട്ടിൽ നിന്നപ്പോൾ
എന്റെ ഒരു സുഹൃത്തും എടക്കുളത്തെ മുജാഹിദിന്റെ പ്രസിഡന്റുമായ, എന്റെ നാട്ടിലെ മുജാഹിദിന്റെ പ്രസിഡന്റുമായ കുഞ്ഞാവാജ് നല്ല സമ്പന്നനുമാണ്. ഇപ്പൊ ഈ സമ്പന്നർ ചില ആളുകളാണ് മുജാഹിദിലേക്ക് കടന്നു വരുന്നത്. എന്താണ് അതിന്റെ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ഇപ്പൊ പിടുത്തം കിട്ടിയത്. കാരണം ഗൾഫിൽ പോയിട്ട് കുറെ കാശുണ്ടാക്കി വരും. അങ്ങനെ വരുമ്പോൾ നാട്ടിൽ വന്നാൽ മഹല്ലത്തിന്റെ കമ്മിറ്റിയിൽ പഴയ ആൾക്കാരും കാരണന്മാരൊക്കെയാണ് മഹല്ലത്ത് ഭരിക്കുക. മഹല്ലത്തിന്റെ കമ്മിറ്റിയിൽ ഇവർക്ക് വ്യക്തമായ വലിയ അധികാരമൊന്നും കിട്ടൂല. ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ ജോയിന്റ് സെക്രട്ടറിയോ ഒന്നും ആക്കിയിട്ട് ഇടൂല. അപ്പൊ ഈ കായം ഉണ്ടാകുമ്പോൾ ഒരു കിബറിന് കൂടാ. എന്നാ അപ്പൊ നല്ലത് ഇറ്റങ്ങൾ എടുത്ത് കാണു പോലെ തവസ്സിലും ഇസ്തിഹാസും ഇജ്മാഉം ഖിയാസും ഒന്നും മനസ്സിലാക്കിയില്ല പോണത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നാ നല്ലത് മുജാഹിദിലായാൽ ഈ സുന്നിയുടെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ കുറെ ആള് മുജാഹിദായിട്ടുണ്ട്. അങ്ങനെയാണ് ചില സാഹചര്യത്തൊക്കെ ഇപ്പൊ ഇങ്ങനെ മുതലിട്ട് വരണത്. 2-3 ഉണ്ടാവുള്ളൂ, മുളപ്പിച്ചു നോക്കുക. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ ഏതെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തെറ്റിദ്ധരിച്ച് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായി നെഞ്ഞത്ത് കൈ വെച്ച് ഈ വിനീതം പറയുന്ന കാര്യന്റെ അനുഭവത്തിലൂടെ കഥകളാണ്. ഞാൻ ഇവിടെ ഖുർആനും സുന്നത്തും ഹദീസൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ പറഞ്ഞു തരും. ഞാൻ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ അതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇയാൾ ഈ കുഞ്ഞാവാജി എന്ന് പറഞ്ഞ ആള് പഴയ കാലത്ത് മൊല്ലാക്കായിരുന്നു, ബാപ്പ മൊല്ലാക്കായിരുന്നു, പിന്നെ കട്ടപ്പരയിൽ ഓടിയിരുന്നു. ഇപ്പൊ ഞാൻ എവിടെയും പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കാം, എടക്കുളം ചെന്ന് അന്വേഷിച്ചു നോക്കൂ. ബാംഗ്ലൂർ മദ്രാസിൽ കച്ചവടക്കാരനും അറിയാം, ഉസ്താദിനറിയാം. അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ ഞാൻ മരിച്ചുപോയി. ഏതായാലും അയാൾ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. അങ്ങനെ മൂപ്പര് പഴയ കാലത്ത് കത്തപ്പയിൽ ഓതിയപ്പോ മൂപ്പർക്ക് കുറച്ച് ഖുർആൻ ബാപ്പ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഹുറൂഫുകളുടെ മഹാരിജൊക്കെ പഠിപ്പിക്കാനുള്ള അവസ്ഥയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൂപ്പരിക്ക് അതൊക്കെ കുറച്ചറിയാം. അങ്ങനെ മൂപ്പര് മദ്രസന്റെ സെക്രട്ടറി നടത്തിപ്പും ശമ്പളം കൊടുക്കലും എല്ലാം മൂപ്പരാ. അങ്ങനെ ഒരു ദിവസം മദ്രസ കയറി വെക്കിയതാ. മദ്രസ കയറി വെക്കുമ്പോൾ അവിടുത്തെ മൗലവിമാരെ ഖുർആൻ ഓതി കേൾക്കണ കേട്ടപ്പോഴേ ഹക്കാണിത് പറഞ്ഞത് എന്നോട് പറഞ്ഞു, പൊന്നാൻ എന്റെ സ്നേഹിത, ഞങ്ങൾ വലിയ ഉപയോഗിക്കാനാണല്ലോ, ഞാൻ നാട്ടുകാരനുമല്ലേ, എന്നോട് പറഞ്ഞു, ഞാൻ ആ മദ്രസിൽ കയറിയിട്ട് നമ്മളെ മൗലവിമാരെ ഖുർആൻ എടുക്കുന്നത് കേട്ട് നോക്കുമ്പോഴേ ഞാൻ ആ കൂടി അജബായി. എന്തിനു അതൊന്നും പറയണ്ട, ഒരു കാര്യം ചെയ്യുമോ, ഏതായാലും ഇപ്പൊ നാട്ടിലപ്പോ ഇങ്ങനെ നിൽക്കല്ലേ, ഞാനിപ്പോ അതുകൊണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അല്ലേ. അപ്പൊ ഞാൻ ചെറിയൊരു സൈഡ് ബിസിനസ് ഒരു കച്ചവടമായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്ന രാജ്യം എന്നെ പങ്കാളിക്ക് കൊണ്ടോണ്ട, അല്ല ഒരു ലേശം ദിവസം ആ മദ്രസയിലൊന്ന് നിൽക്ക്, ഒന്ന് സദറായിട്ട് തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു, പടച്ച റബ്ബേ, മുജാഹിദല്ല എന്താപ്പ അവിടെ ആ ബസ്സാനൊക്കെ കണ്ട് കേട്ടെന്ന് വെച്ചാല് ഭയങ്കര ആയിരിക്കും. ഗൾഫിൽ നിന്ന് വന്നാൽ ഇറ്റങ്ങൾ ഇന്ന ഭയങ്കര സാഹിത്യം. സബഅൽമലക്കിലൊക്കെ വലിയ അതൊക്കെയാണ് ഒരു പാടിത്തരല്. ആ 2 തരുണിമണികൾ എന്നപ്പോൾ ഇതാ കാമത്തെ തളവൽ ബിസ്കു മിൻഹുമ, അവരിൽ നിന്ന് കസ്തൂരിയുടെ പരിമളം അടിച്ചു വീശിയിരുന്നു. അങ്ങനത്തെയാണ് നസീമു സബാജഅത് ബിറയ്യിൽ കൻഫുരി, കറാമ്പൂ തോട്ടത്തിൽ നിന്നും പരിമളമേറ്റു വരുന്ന മന്നമാരുതിനെ പോലെ 7 സുന്നികൾക്കോട് അറിയാ. ഇതൊക്കെ ചോദ്യം. കാരണം ഒരു തലയെ കെട്ടി അടക്കല്ലേ ഇവർക്കുണ്ടെങ്കിൽ എങ്ങനത്തെ സാഹിത്യക്കാരിയാ ഇപ്പം കെട്ടികൾ. അതുപോലെ തന്നെ പിന്നെ അതുപോലെയുള്ളതായിരിക്കുന്ന ഫജിഅ്തു വഖദിൻ അള്ളം തുലിനൗമിൻ സിയാബി അലദസ്തത്തിന് ഇല്ല അങ്ങനത്തെ അശീലങ്ങൾ. ഇതാമാ സുഗയ്യ ഫി സമാഇ തഅററലാസിനാഹിൽ വിശാഹിൽ മുഫന്നലി, അത്ര വൃത്തികെട്ട വാക്കുകളൊക്കെ. എന്നിട്ട് ഇങ്ങോട്ട് പറയാ ഇങ്ങനത്തെ സാഹിത്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് തിരികെ. ബുർദ ഇവർ ചെയ്യുന്നുണ്ടല്ലോ. എന്താ ബുർദന്റെ ആമീന്തതക്കുടി ജീവാനും ബിരിസ്ഥലം മസജിദ്, അവർക്ക് ഭക്ഷണങ്ങളും ശുദ്ധി ഉണ്ടാവില്ല, അക്ഷരങ്ങൾ ഒറ്റൊന്നിനും അറിയില്ല. ഇങ്ങനെ അപ്പൊ ഞാനും വിചാരിച്ചെന്ന ഈ പഴയ വലിയ കെണിഞ്ഞ പുസ്തകമൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ പഴയ കാലത്ത് പള്ളിദർശനം നോക്കിയിട്ടാണ് ഞാൻ മുജാഹിദായത്. ഇപ്പൊ ഇവിടെ മറ്റേ കുറച്ച് കൗമ്പറൊക്കെ ഉണ്ടല്ലോ, അവര് ഇതൊക്കെ പറഞ്ഞാൽ പറഞ്ഞുതരാം, പറയാനുള്ള പാട് പറയാണ്ട്. പക്ഷെ നേരെ ഉസ്താദിന്റെ പ്രസംഗം കുൽപ്പെടുത്തി ഇപ്പൊ ആവും. അങ്ങനെ മൂപ്പര്. അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്നാന്റെ ആചാര്യ അവിടെയൊക്കെ പഠിപ്പിച്ചാൽ എനിക്ക് പറ്റും, ഭയങ്കര കടുപ്പാന്നൊക്കെ പറഞ്ഞേക്കെ. ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, തൽക്കാലം ഞാൻ നിൽക്കാം, നിങ്ങൾ സദറിന് അന്വേഷിച്ചോളിട്ടാണ്. ഞാൻ ആ മദ്രസിലേക്ക് ചെന്നവർ വല്ലാഹി ഈ മജ്‌ലിസിൽ ഇരുന്നും കൊണ്ട് എന്തെങ്കിലും പറയുന്നത് ഉചിതമല്ല. അല്ലാഹു അറിയും. കയ്പായിരുന്നാൽ സത്യം പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം. ഞാനാണ്ട് ചെന്നിട്ട് കുട്ടികളെ ഖുർആൻ എടുത്തുകൊണ്ട് നോക്കുമ്പോൾ ഹൽഖിന്റെ അക്ഷരങ്ങളായിരിക്കുന്ന
ഹാഇന്റെ മുകളിൽ പോയിട്ട് ഹാവും ഹാഹും എമ്മ കാല ഹാ എന്ന് പറയാൻ അവർക്ക് പറ്റുക. കുട്ടികളെ എങ്ങനെ അടിച്ചാലും ആഹിയന്നെ. പിന്നെ വേറെ സംഭവങ്ങൾ കേട്ടിക്കണ റായിന്റെ മോളി പുള്ളിയുടെ ത്വാഇന്റെ മോളി പുള്ളിയുടെ വാഹ്, സ്വാദിന്റെ മോളി പുള്ളിയുടെ വാദ്, ഇതിനൊക്കെ കുട്ടികൾ പറഞ്ഞത് സുബ്ഹാന ജല്ല ജലാലി. ഞാൻ കൊയങ്ങിയില്ലേ. അപ്പോ ഒരു പഴയ മുജാഹിദ് മൊയ്‌ലിമൗലവിയുണ്ട്. മൂപ്പരും പഴയ കാലത്ത് അങ്ങനെ കൂടി കുറച്ച് കാലം അവിടെയൊക്കെ വാപ്പ മല്ലാക്കിയിരുന്നു മൂപ്പര്. അപ്പൊ ഞാൻ ചോദിച്ചു പൊന്നാന്റെ മൊയ്‌ലിമൗലവി, മൂപ്പര് അടുത്ത കുറ്റൂരാ പഠിപ്പിക്കുന്നത്. പൊന്നാന്റെ മൗലവി അതൊന്നും പറയണ്ട, ഇത് തന്നെയാണ് ഇറ്റങ്ങളെ ഗതി. ഞാൻ കണ്ണുമ്പാണ്. കാരണം ഒരറ്റൊന്നിന് വയ്ക്കൂല. അപ്പൊ എന്താ ഇതിന്റെ കാരണം? ഇതിന് കാരണമുണ്ട്. ഈറ്റിങ്ങൾ ഇവിടെ വന്നിട്ട് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ? ബുഖാരി മുസ്ലിം ഒരു കണ്ടിട്ടുണ്ട്. ആ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞവരെ കുപ്പ ഞാൻ മാന്തിത്തരാ. ഇവർക്ക് അലവി മക്കാബിനെ പോലത്തെ വലിയ വലിയ മഹാപണ്ഡിതന്മാർ എന്തിനാ മറുപടി പറഞ്ഞത്? അനവധിക്കാലം കിതാബുകൾ ഈ ഇരിക്കുന്ന ഒരു കിതാബ് എടുത്തിട്ട് ഈ ഭാരത്ത് അതിന്റെ ശരിക്കും തെറിക്കും വെക്കാൻ പറഞ്ഞിട്ടേ കജ്ജുവോ? എനിക്കറിയ കജ്ജൂല. കൂടെ കിടന്നവർക്കല്ലേ യാപ്പനെ അറിയുള്ളൂ. എന്താ തമാശേ? നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരെ വെല്ലുവിളിക്കണേ? ഈ തല മുതിർന്ന പണ്ഡിതന്മാരിക്കണേ അനവധി കാലം 10, 20, 10, 40, 10, 30 കൊല്ലം പള്ളി തറച്ചിട്ട് കിതാബ് ഒരു പഠിച്ച് ബുഖാരി മുസ്ലിം എന്ന് വേണ്ട കുത്തുബും ജമ്മു പിന്നെ എല്ലാ എല്ലാ കിതാബുകളും ബുഖാരിയൊക്കെ നോക്കി. നിങ്ങൾ ബുഖാരി എവിടെ നോക്കിക്കണേ? എവിടെയോ വെല്ലുവിളി ചോദിക്ക, മറുപടി പറയണം. നാളെ കൂടെ മറുപടി പറയണം. ഞാൻ വരാം. പുസ്തകന്മാരൊന്നും വേണ്ട. ഈ ഒന്നും പഠിക്കാത്ത ഞാൻ മതി വരിക. എവിടെയാ എന്തെങ്കിലും വന്നും കൊണ്ട് താടി വലിയൊരു താടി നീട്ടിയിട്ട് ഇത്ര തെറ്റിയിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ബുഖാരി ഉണ്ടോ? എവിടുന്നാണ് ബുഖാരി കണ്ടിട്ട് നിങ്ങൾ? ഞാൻ പറഞ്ഞ അനുഭവം നിങ്ങൾ ബുഖാരി കണ്ടിട്ടില്ല എന്നുള്ള അനുഭവം ഞാൻ വിശദീകരിക്കാം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞേ. അപ്പൊ മദ്രസിൽ കാണിച്ച് എന്നപ്പോ എന്നോട് പറഞ്ഞു അവിടെ പഠിപ്പിക്കുന്ന ആരാരും ഒരു 10, 18, 20 വയസ്സായ പിള്ളേരാ. കാരണം പടച്ചോനെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ തന്ത്രം എന്തായാലും ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഇസ്ലാം ഇല്ലാതാക്കാൻ നിർമ്മാർജ്ജനം ചെയ്യുക. മീർ ജാഫറിനെ പോലെയും സയ്യിദ് അഹമ്മദിനെ പോലെയുമുള്ള വ്യക്തികൾ പിൽക്കാലത്ത് അഹ്ലെ ഹദീസുകാര് ബ്രിട്ടീഷുകാര് കൊച്ചിക്കൊടുത്ത് സയ്യിദ് അഹമ്മദിക്ക് എന്ത് കിട്ടി? സ്വർണത്തിന്റെ പതക്കത്തിൽ കുരിശ് നരിച്ചതായിരിക്കുന്ന ഒരു മാല ചാർത്തി കൊടുത്തിട്ട് ഇസ്ലാമിനെയും അതായത് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെയും ഇന്ത്യയും ഒറ്റിക്കൊടുത്ത അഹ്ലെ ഹദീസുകാർ പിൽക്കാലത്ത് ക്രിസ്തീയ മതം സ്വീകരിച്ചിട്ടുണ്ട്. അവരെ ബൈസറ്റ് ചെയ്തായിരിക്കുന്ന വാക്യങ്ങള് മനസ്സിലാക്കണം. പിന്നെ എന്തപ്പോ ചായതൊക്കെ തുടങ്ങിക്കല്ലോ. അല്ലോ ചായന്ന് പട്ടിയുണ്ട്, പണിയുണ്ട്, ദേഷ്യമുണ്ട്, പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പാടുണ്ട്. ഇപ്പൊ പറഞ്ഞു എവിടൊക്കെ ശ്രേയർ തുകാനുള്ള ശ്രേയർ ഇല്ലാന്ന് പറഞ്ഞ കാഫറാവുന്ന പറഞ്ഞു. ഹദ്രാമ സെൽഫൊക്കെ പറ്റൂലെന്ന് പറഞ്ഞു. മറ്റേ മൂസവാണിയമ്മലും അബ്ദുല്ലാക്ക് സുല്ലമിയും മറ്റേ ജമീല ടീച്ചറൊക്കെ ഞങ്ങൾ നിങ്ങളെന്ന പണ്ട ഞങ്ങളിപ്പോ ബുഖാരി കണ്ടിരിക്കണ മുസ്ലിമിൽ ഇപ്പൊ കണ്ടിരിക്കണം. കാരണം ഇത്രയും കാലമായിട്ട് കണ്ടിട്ടില്ല. കാരണം അതിനോട് ബുഖാരി നോക്കിയിരിക്കല്ലോ. ഇപ്പൊ അടുത്ത കാലത്തല്ലാണ്ട് ഉസ്താദെ അങ്ങനത്തെ എണ്ണയിൽ സ്ഥിതി ഇതിന് മുമ്പിട്ട് കണ്ടിക്കണേ പറയട്ടവര്. പണ്ട് ഇതുവരെ ഞാനൊക്കെ കാലത്ത് മുജാഹിദര് പഴയ കാലത്ത് ജിന്നി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ CN അഹമ്മദ് മൗലവി എഴുതിയത് ആദിവാസികളാണ്, കാട്ടിൽ താമസിക്കുന്നവരാണെന്നാ മൂപ്പര പരിഭാഷ. പിന്നീട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ചേകന്നൂർ പോകുന്നൊക്കെ അതിനൊന്നല്ലേ. ഇപ്പൊ മറ്റു കുറെ പോരാൻ നിൽക്കണ വലിയ താടിക്കാനും സെക്രട്ടറി ഒക്കെ പൊട്ടും പോരും. കാരണം ഇസ്ലാമിനെ അത്ര മികഷ്ടമാക്കി അയാളൊക്കെ പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ബേജാറാവൂല സുഹൃത്തെ. ഈ ഇരിക്കുന്ന മുസ്ലിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹിനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് സഹോദര. നമ്മളെ മാതാവിനേക്കാളും പിതാവിനേക്കായി ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും കൂടുതൽ അള്ളാഹുവിനെ കഴിച്ചാൽ നമ്മളെ കർലിന്റെ കഷ്ണമായി സ്നേഹിക്കുന്ന പ്രവാചക പ്രഭു റസൂലുള്ളാഹിന്റെ മാസമാണ്. അതുകൊണ്ട് 2 പേര് മൗലൂദിയാ തുടങ്ങിയത്. ആ റസൂലുള്ളാഹിന്റെ മഖ്ബറ, ആ പ്രവാചക പ്രഭു അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായിരിക്കുന്ന ആ മഖ്ബറ ഞങ്ങൾക്ക് ഭരണം കിട്ടിയ ആകെ തച്ചി തരിപ്പണമാക്കും എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച അയാൾ. നിങ്ങൾ നോക്കണം, ഏതെങ്കിലും ഒരു ഹിന്ദുക്കള് സഹോദരന്മാർ, ഹിന്ദു സഹോദരന്മാർ സുഹൃത്തുക്കളാണ് ആ വാക്ക് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ?
എന്തതൊക്കെ തമാശ, എന്തെങ്കിലും ഇഷ്ടമുള്ളത് ആണ് തൊള്ളേ വന്നത് പാട്ട്. ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ റിസർച്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ പറഞ്ഞ KJ അബ്ദുൽ ലത്തീഫ് ഒരു വസ്തു തിന്നിട്ടില്ല, നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി മനസ്സിലായിട്ടാ? ഒന്നും തിരിയില്ല. എനിക്ക് നന്നായിട്ട് അറിയാം ഖുർആൻ ഡയറക്റ്റാക്കെ പറഞ്ഞ്. സെക്രട്ടറിയാക്ക് അല്പം തിരിഞ്ഞിട്ടാ കൂടി പിരാന്ത് വഹിക്കണേ. അതാണ് അബ്ദുൽ ലത്തീഫിനെ എടുത്ത് പൊട്ടി തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ. എന്തേ പറഞ്ഞത്? അയാളെ സംസാരത്തിന്റെ ശൈലിക്ക് കാണുന്നത് റഹ്മാനായ തമ്പുരാനെ കണ്ട ഇതൊന്നുമല്ല നമ്മൾ വർത്തമാനം പറയും. പക്ഷെ നമുക്ക് അത് പാടില്ലാത്തതുകൊണ്ട് എന്തേ പറഞ്ഞത്? അബ്ദുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയ്യോ അയാൾ വേണ്ടില്ല. റസൂലുള്ളാഹിനെ ഗർഭം ധരിച്ചപ്പോ 2 മാസമായപ്പോൾ ബാപ്പ അബ്ദുള്ള മരിച്ചുപോയി. പിന്നീട് അവിടുന്ന് 2-3 മാസം കഴിഞ്ഞപ്പോ ആമിന ബീവി ഉമ്മയും മരിച്ചു. പിന്നീട് സംരക്ഷണം ഏറ്റെടുത്ത അബ്ദുൽ മുത്തലിബും മരിച്ചു. പിന്നെ അബൂ താലിബും മരിച്ചു. നമ്മൾക്കൊക്കെ ചില കുട്ടികളുണ്ടാവുമ്പോൾ വലിയ ഇവരൊക്കെ എന്നിപ്പോ ഇതൊക്കെ വിശ്വസിച്ചു തുടങ്ങിയത് ഇറ്റിങ്ങളെ തൊള്ളക്ക് വല്ല ചാറ്റ്. നമ്മൾക്ക് ചില കുട്ടികളുണ്ടായി നമ്മൾ പറയല്ലോ എനിക്ക് ആ കുട്ടി ഉണ്ടായ ശേഷമാണ് ഈ ബിൽഡിങ്ങും കൊട്ടാരങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എനിക്കുണ്ട് ഇപ്പോൾ ദജ്ജാൽ ഉണ്ടായിട്ട്. ആ ദജ്ജാൽ ഉണ്ടായത് എനിക്ക് നഷ്ടമാണ്. കാരണം ഒക്കെ മരിച്ചു പോയി. അപ്പൊ എന്തിലേക്കാ ഇവൻ ഉപയോഗിച്ചത്? ഇതിനെ എന്തിലേക്കാ ഇപ്പം ഉപയോഗിച്ചത്? നമ്മളൊന്ന് കേട്ടാ അസ്റഫുൽ ഖൽഖിന് പറയില്ലട്ടാ റസൂലുള്ളാഹിന്റെ പേര് കേട്ടാലെന്ന്. ഇത്രയും നീചവും നികൃഷ്ടവുമായിരിക്കുന്ന വാക്കുകൾ പറയാൻ തൊള്ളക്ക് യാതൊരു നാണവുമില്ല. അത് എന്തുകൊണ്ട് വന്നതറിയ എറ്റിന് ഖുർആൻ എന്താണ് സുന്നത്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ മദ്രസയിൽ നിന്ന് ചോദിച്ചു, ഉസ്താദ് നേരം ബുദ്ധിയുണ്ടാ? അതെ, മദ്രസയിൽ നിന്ന് ഞാൻ ചോദിച്ചു, അല്ല എന്താ മക്കളെ നിങ്ങൾ ഈ ഖുർആൻ ഇങ്ങനെ പഠിക്കുന്നു വെച്ചാൽ ഞങ്ങൾക്ക് ഉസ്താദ് ഇതാണ് പഠിപ്പിക്കാൻ നിൽക്കുന്നതാണ്. അപ്പൊ ഞാന് ഈ കുട്ടികളോട് ചോദിച്ചു നിങ്ങളപ്പോ ഖുർആൻ എടുക്കണം. അപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ വരും. അതെന്താ ഈ അൻസാറിന്ന് വരേണ്ടത് അവിടെ മദ്രസ എടുത്തിരിക്കുക. എല്ലാ സ്ഥലത്തും അതിന്റെ അടുത്തുള്ള ഇവിടെ മുജാഹിദീങ്ങളെ കോളേജിന്റെ അവിടെ പഠിക്കുന്ന ഈ ചെക്കന്മാർ ബാൻഡൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അയച്ചേക്കൊന്നും തിരിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കും വരുമ്പോ നിങ്ങൾ എന്താ എടുക്കുക? ഖുർആൻ ഞങ്ങൾ എടുക്കൂലട്ടാണ്. ആകെ ഖുർആൻ മുറുകെ പിടിച്ച കൂട്ടുകാർ വരും. മുറുകെ പിടിച്ച് ആ ചരിത്രമൊക്കെ കേട്ടെന്ന് വെച്ചാൽ നിങ്ങൾ വിനയത്തിൽ ഇവിടെ എവിടെയെങ്കിലും മുജാഹിദിന് പള്ളി ഉണ്ടെങ്കിൽ വഹാബികളെ പള്ളി ഉണ്ടെങ്കിൽ ഇതിന്റെ അനുഭവ കഥ ഇതൊന്നും ബഹുമാനപ്പെട്ട അലി സക്കാബിനെ പോലത്തെ ഉസ്താദന്മാർക്കൊന്നും തിരിയില്ല. അവർക്ക് ഇത് കണ്ടില്ലല്ലോ. ഇത് ഞാൻ കേടുന്ന് ഉപ്പം നടന്ന് മനസ്സിലാക്കിയതാ. എന്തായാലും നിങ്ങൾ ആ പള്ളിയിൽ ആരെങ്കിലും ഉസ്താദന്മാരൊന്നും പോയി വെക്കണ്ട. അപ്പൊ അവര് വല്ലതും ബാനം വേണമെങ്കിൽ പ്രചരണം ഉണ്ടാക്കും. കാരണം ബോംബെക്കാൻ വന്നാണെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സാധാരണക്കാരൊന്ന് ആ പള്ളികൾക്ക് ഒന്ന് കയറി വെക്കൊണ്ട് ഇത് അനുഭവം അല്ലെങ്കിൽ എന്നോട് നിങ്ങൾ പറയും, ഞാൻ അടുത്ത് തുടരാം. ആ പള്ളിയിൽ കണ്ട് കയറി നോക്കിയാൽ അവിടെ ഖുർആൻ ഔലിയാരാണല്ലോ. പടച്ചോനെപ്പം നിങ്ങൾ കേട്ടിക്കണം. ഇപ്പൊ പുതിയൊരു ഫത്വ ഉസ്താദിനെ അറിയിക്കാനോ വലിയ ഹദീസ് ഗവേഷകൻ, ഞാൻ ഷാഫി ഇമാമിനെക്കാളും വലിയ മുജ്തഹിദാ. അത് അബ്ദുസ്സലാം പറയാ. ചേകന്നൂർ പറയാൻ മരിക്കുന്നിട്ടാ അയാൾ പറഞ്ഞിട്ടില്ലത്. ഷാഫി ഇമാമി കിട്ടാത്ത ഒരുപാട് ഹദീസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വലിയ മുഹദ്ദിസാണ്, ഞാൻ വലിയ മുജ്തഹിദാണ്. ഷാഫി ഇമാമി കിട്ടിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യപ്പ പറഞ്ഞെന്താ, ആദ്യം വെള്ളിയാഴ്ച ദിവസം മൽക്കൗഫ് സൂറത്ത് ഓതുന്നതിന് ഒരു സുന്നത്തുമില്ല, പ്രവാചകൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വലിയ താടി വെച്ച് നടക്കുന്ന ആ കൂട്ട താടിയൊക്കെ പഠിച്ചാണ് അയാൾ പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ചാൽ പഴയ കാലത്തിന് താടി ഇപ്പൊ താടിന്റെ ആവശ്യമില്ല, താടിക്ക് സുന്നത്തില്ല. ഹജ് എഴുതിയതാണ്. ഇതൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ട് ഞാൻ തെളിവുകൾ നിരത്തിച്ചിട വേണമെങ്കിൽ താടിക്ക് സുന്നത്തില്ല. എന്തിനാണ് പഴയ കാലത്ത് താടി എന്നറിയോ? മുസ്ലിങ്ങളെ തിരിച്ചറിയാൻ അമുസ്ലിങ്ങളെയും മുസ്ലിങ്ങളെയും തിരിച്ചപ്പോ അമുസ്ലിങ്ങളൊക്കെ താടി വെക്കുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് താടിന്റെ ആവശ്യമില്ല, അതും പോയി. പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ ഞാൻ ഒരു ദിവസം കേട്ടോ, ഞാൻ കുറെ ചിരിച്ചിരിക്കുന്നത്. മൂപ്പര് പറയാണ് അബ്ദുസ്സലാം അപ്പോൾ പുതിയ ഫത്വ ഉസ്താദ് ഒരു പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചു. ഞാൻ ആ സമയം അതൊക്കെ ഒരു പാട് പറയാനുണ്ട്. ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാൻ പോയപ്പോ 4 മണിക്കൂർ അവിടെ ഉസ്താദിന്റെ പ്രഭാഷണം LC ഇട്ടിട്ടാ. ഞാൻ അങ്ങനെയാണ് ഇത് ഇങ്ങനെ എനിക്ക് അള്ളാഹു ഒരു ഇൽഹാം ഇങ്ങനെ തോന്നിയാണ്ട് പോണം ഈ പ്രഭാഷണം ഒന്ന് കേൾക്കണമെന്ന്. കാരണം ഞാൻ എന്റെ ഒരു സുഹൃത്ത് മരിച്ച മയ്യത്തിൽ മുജാഹിദിയാരൻ ലീഗിന്റെ നേതാവായിരുന്നു, കുഞ്ഞമുട്ടി എന്നറിയും. അയാൾ എന്റെ ഏറ്റവും വലിയ സുഹൃത്തായപ്പോ അയാൾ എറണാകുളത്ത് നിന്ന് രാവിലെ 9 എറണാകുളത്ത് നിന്ന് മരിച്ച് രാവിലെ കൂടുന്നിട്ട് ആ മയ്യത്ത് അവിടെ കെട്ടി. എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് അയാളുടെ പെങ്ങളും ജ്യേഷ്ഠനും തമിഴ്നാട്ടിലാണ്, അവർ കുടുംബം അവിടെയാണ്, അവർ വരാൻ വേണ്ടി കാത്തിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് അവർ പ്ലെയിനല്ല വരുന്നത്, അവർ കാറിനായിരുന്നു വരുന്നത്. എത്തിയപ്പോൾ 9 മണിക്ക് രാവിലെ കൂടുന്ന 8:30 മണിക്ക് രാവിലെ കൂടുന്ന മയ്യത്ത് ഇത് മറവ് ചെയ്യുന്നത് 9 മണിയോടുകൂടി രാത്രി കൂരാക്കൂരി ഇരുട്ടത്ത് ഒന്നുമില്ലാത്തൊരു സാധനം അങ്ങനെ കൊണ്ടുക.
അപ്പൊ എന്റെ ഏറ്റവും വലിയ സുഹൃത്തായതുകൊണ്ട് ഞാൻ എന്നോട് ചോറ് കഴിക്കാൻ മാത്രം ഞാൻ പെരലിക്ക് പോയി, എന്റെ പെരലിക്ക് പോയി ഉച്ചയ്ക്ക്. പിന്നെ അവിടെ തന്നെ ആയി. അത്രയാണ്. അപ്പൊ ഇതിങ്ങനെ ആണ്ട് വെക്കും, കുറച്ച് പുറത്തേക്ക് എടുത്ത് വെക്കും മയ്യത്ത്, കുറച്ച് അകത്തേക്ക് എടുക്കും. പല രാഷ്ട്രീയക്കാരും മറ്റൊരും പെണ്ണുങ്ങളൊക്കെ വരുമ്പോ അപ്പൊ പലരും മാതൃഭൂമിയാണല്ലോ പോയവ. മറ്റേ ചങ്ങായിണ്ടല്ലോ മുജാഹിദ് വാലിശ്ശേരിയൊക്കെ എന്തെത്താ പഠിച്ചു വല്ലതും തിരിയോ? ഒരു തൊള്ളോണ്ട് ഇങ്ങോട്ട് പുട്ടി ചൂടാ. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ഉസ്താദന്മാരെ. ഇനി ഞാൻ നല്ല പഠിച്ചതാ. പഠിച്ചോ ആ വലിയ താടി ഈ കജ്ജോണ്ടുള്ള ഈ ദേശം പിടിച്ച ഈ കാട്ടിക്കൂട്ടിലല്ലാതെ എന്തെത്താ അതൊക്കെ പഠിച്ചു. ഈ ഇരിക്കുന്ന ബുഖാന്റെ ഇവിടെ വേണം ഇതൊന്നും ഭാരത്തൊന്നും അതിന്റെ അർത്ഥം വെച്ചാലും ഉള്ള പറക്കും. പാവിത്യങ്ങൾ വിചാരിച്ചിങ്ങനെ ഇതൊക്കെ നിരത്തിച്ചു കൊടുക്കുക. കാരണം ഇവര് ബുഖാരി നോക്കുക, ഒരു ബുഖാരി എന്താ ഈ ശിർക്കും ബിദഅത്തും പറയാൻ വേണ്ടി 2-3 ഹദീസ് തവസ്സുൽ ഇസ്തിഖാസൊക്കെ സുബൂത്താക്കാൻ വേണ്ടിയിട്ടും ഇത് പഠിച്ചിട്ട് ബുഖാരി ഉണ്ടോ? അപ്പോ ഈ മയ്യത്ത് ഇങ്ങനെ ഇരിക്കുന്നു. പടച്ചോനെ ഒരു വെട്ടിട്ട് തരും. ആ മാതൃഭൂമി വായക്കാരൻ രാഷ്ട്രീയ പരീക്ഷയിൽ ഭയങ്കര ചർച്ച, ഓരോ സ്ഥലത്തും ഓരോ ചർച്ചകളും ചിരിയും കളിയൊക്കെ ആയിട്ട് ഈ സാധനം ഇരിക്കേണ്ടപ്പോ എനിക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോ ഒരു മുജാഹിദനല്ലവേ, കാരണം അപ്പൊ മുജാഹിദ് മരിച്ചാൽ പോകില്ലാന്ന് അറിയില്ല. നിങ്ങൾക്ക് ശരിയാണ്. നേരിട്ട് പ്രത്യക്ഷമായിട്ട് മണിക്കൂർ കണക്കിൽ ഇങ്ങനെ നിന്നപ്പോ പടച്ചോനെ എന്റെ മനസ്സാണ്ട് പൊട്ടിന്റെ ചങ്ങായിമാരെ. ഒരു സാധനം മരിച്ചു കിടക്കണ ഈ സാധനമാണല്ലോ. കുറച്ച് ആണ്ടെടുത്തേക്ക് ഇവിടെ മാതൃഭൂമി വായിച്ചിട്ട് സ്വറ പറയാ. എന്നാലും മാതൃഭൂമി വായിക്കലാണ് സുന്നത്ത്. ഖുർആൻ ഓതാൻ പാടില്ല, അത് ശിർക്കാണ്, പാടില്ല എന്നല്ലേ പറഞ്ഞവര്. മാതൃഭൂമിയാ നല്ലത് ഖുർആനാ നല്ലത് വെച്ചാൽ മാതൃഭൂമി വായിച്ചാൽ മതി, ഖുർആൻ ഓതാൻ പാടില്ല, മരിച്ചു കൊടുത്തു. അങ്ങനെ ഈ മയ്യത്ത് രാത്രി പാതിരാക്ക് കൊണ്ടുപോയിട്ട് മറവ് ചെയ്ത് ആ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് ദിക്റില്ല ഒന്നുമില്ലാതെ ആ രാത്രി കൊണ്ട് മറവ് ചെയ്യുമ്പോ പടച്ചോനെ അന്ന് രാത്രി കിടന്നപ്പോൾ ഞാനിങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു, റബ്ബേ നാളെ ഞാൻ മരിച്ചാലും ഈ ഒരു അവസ്ഥയല്ലേ, ഇങ്ങനെ ഒന്നുമില്ലാത്ത ശവം വെട്ടിട്ടതുപോലെ വലിയൊരു മരം വെട്ടിട്ടതുപോലെ ഇങ്ങനെ കിടക്കണ്ടേ. എന്റെ മനസ്സങ്ങനെ വേദനിച്ചു. ഞാൻ നേരം വെളുത്തപ്പോൾ ഇങ്ങനെ മനസ്സുകൊണ്ടായാലും 2-ാം ദിവസമാണ് ഒരു പ്രഭാഷണം, ഒരു അനൗൺസ്മെന്റ് ഇങ്ങനെ പോകണം. എന്റെ പേരിൽ ഞാൻ റോഡിന്റെ പക്കത്തെ എന്റെ പേരാ, തിരുനാവായ വില്ലേജ് ഓഫീസിന്റെ ബാക്കിലാണ് എന്റെ വീട്. അപ്പൊ ഉണ്ട് ഒരു അനൗൺസ്മെന്റ്. ഞാൻ അസർ സ്കെച്ച് ഒന്നും ഇങ്ങനെ വെല്ല മയങ്ങിയതാ. അപ്പൊ ആ അനൗൺസ്മെന്റിനുണ്ട് ഇങ്ങനെ വഹാബികൾക്ക് മറുപടി LCD പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ആലത്തൂര് വെച്ച് എന്റെ തിരൂരടുത്ത്. രണ്ടായാലും ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല ഏതായാലും ഈ പരിപാടി. അള്ളാഹു എനിക്കൊരു സബബ് കാണിച്ചിരത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനോട് പറഞ്ഞു, പൊന്നാരന്റെ കുട്ടിയെ ഇങ്ങളി അതിലേക്ക് പോയിട്ട് അതിനുണ്ട് വന്നത് നിങ്ങൾക്ക് എന്തോ കാര്യമായ പ്രാർത്ഥന ഉണ്ട്. കാരണം പന്നിമാംസം ഭക്ഷിക്കുന്നതിനേക്കാൾ നികൃഷ്ടവും നീചവുമായിരിക്കുന്ന ഒന്നാണ് അത്. അതിലേക്ക് പോയാൽ അതിന് ഇബ്ലീസിനോട് കൊണ്ടുവരില്ല. നിങ്ങൾക്ക് നിങ്ങളെ മാതാവിന്റെ പ്രാർത്ഥന, എന്റെ മാതാവിന്റെ പ്രാർത്ഥന തന്നെയാണ് എനിക്ക് മനസ്സിലായിരിക്കണത്. കാരണം എന്റെ മാതാവ് എപ്പോഴും പ്രാർത്ഥിക്കും. അത് പറഞ്ഞു തരാം. ഞാൻ ഈ മുജാഹിദിന്ന് സുന്നിലേക്ക് പോകാൻ എനിക്ക് കണ്ടപ്പോ എത്തി വരെ കൂട്ടർ മുജാഹിദിന്റെ അബ്ദുറഹ്മാൻ സാറിനെ പോലത്തെ ആളുകൾക്കാവുമ്പുറം, അതുപോലെ തന്നെ നമ്മുടെ എവിടെയുള്ളതായിരിക്കുന്ന സാബിർ നവാസ് എന്ന് വേണ്ട ഇങ്ങനെയുള്ള 2-3 ആളെ കൂടി വന്നപ്പോൾ ഈ വലിയ താടിക്കാർ. ഞാനപ്പോ ആദ്യമായിട്ട് ഞാൻ അലി സഖാഫിന്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് റബ്ബേ, അപ്പൊ അവിടെ ഇദ്ദേഹത്തിന്റെ ആ ജിന്നും ശൈത്താനും മുതലിച്ച് സിഹിർ മുതലുള്ള പഴയ കാലത്ത് ഞങ്ങൾ വിശ്വസിച്ചു പോയിരുന്നെന്ന് ഇവർ വ്യതിചലിച്ചിട്ട് കളവ് മത്സരം മുതലിച്ച് എല്ലാവിധ പേക്കൂത്തുകളും കാട്ടുന്നത് LCD മുഖേന കണ്ടിട്ട് ലാസ്റ്റ് ഞാൻ റബ്ബെന്റെ മനസ്സുകൊണ്ട് ആലോചിച്ച്, പടച്ചോനെ ഇതിന്നൊന്ന് കഴിച്ചിട്ടായി കിട്ടണ്ടോ. അപ്പോഴാണ് ചോറിങ്ങനെ കുടിച്ചിട്ട് റമദാനിക്ക് ഉസ്താദ് പറയാ, അബ്ദുസലാം സുല്ലമി, ചോറിങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ തിന്നാല ബാങ്ക് കൊടുത്താലും ചോറ് കയ്യിലുണ്ടായി നിങ്ങൾ വെക്കാതിരുന്നാൽ മതി, നേരം എത്ര വേണമെങ്കിലും കഴിച്ചോ, വലിയ പാത്രത്തിലെ വിളമ്പിക്കാൻ ഒരാൾ കൊടുക്കോണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചാൽ നോമില്ല. പിന്നെ ഇവിടെ പറയാൻ പറ്റാത്തൊരു വിഷയമാണെങ്കിലും ഇവിടെ പശുവന്റെ കാര്യമാണല്ലോ. ഇന്ദ്രിയ സ്കലിച്ച നമുക്ക് അത് 1 തുള്ളിയും 2 തുള്ളിയാണ് കുടിച്ചണ്ട. അപ്പൊ ഉസ്താദ് പറയുമ്പോൾ ഇത് കൊട്ടക്കണക്കിലാണോ? ഈ തെങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിരിക്കുമല്ലോ. ഈ തെങ്ങൾക്ക് തോന്നുന്നത് വായിൽ വന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ തോന്നുന്നത് അപ്പം ഇങ്ങനെ റിസർച്ച് ചെയ്യാം. ഇപ്പോഴും തൗഹീദ് റിസർച്ചിലാണ്. 1-ാം ഭാഗം 2-ാം ഭാഗം 3-ാം ഭാഗം ലേലം വിളിക്കുക. ലേലം വിളി കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഗവേഷണം നടത്തി ഇപ്പോഴും കണ്ടിട്ടില്ല. ഏത് പ്രസ്ഥാനക്കാർ കിട്ടിയിരിക്കുന്നു? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് പറഞ്ഞത് ഇതുവരെ മാറ്റി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല.
നേരെ മറിച്ച് മുജാഹിദുകാർ മാറ്റി, വഹാബികൾ മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇഖാമത്ത് മുതലിച്ച് ഹുക്കൂമത്തെ ഇലാഹി മുതൽ ഇഖാമത്ത് ദീൻ മുതലിച്ച് ഇപ്പൊ പെണ്ണുങ്ങളെ പരസ്യമായിട്ട് ഇറക്കിയിട്ട് പാട്ടാ. റഹ്മാനെ തമ്പുരാൻ ഞങ്ങളവിടെ പോയാലായിരുന്നു, കാണ്ട രംഗായിരുന്നു. ആ കൂടി നാണം കെട്ടുപോയി നിളാ നദിക്ക് ഭാരതപ്പുഴയുടെ ആ വെള്ളങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരുപാട് കഥ അവര് പറഞ്ഞു തരും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ മയ്യത്ത് ഇങ്ങനെ കൊടുന്നിങ്ങനെ കെടുത്തിയപ്പോ എന്റെ മനസ്സങ്ങനെ പൊട്ടിയിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാൻ പോയപ്പോ അദ്ദേഹം ഇത് ഓരോരുത്തരും ഇവര് വ്യതിചലിച്ചതും പഴയ കാലത്ത് ജിന്നും സിഹറൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടെച്ചാൽ യാഥാസ്ഥികരായ തലയെക്കെട്ടി കെട്ടിയ സുന്നികൾ ഉണ്ടാക്കുന്നത് അതൊക്കെ ഇപ്പൊ പറഞ്ഞ് ജർമ്മനി പോയിട്ട് മരുന്നുകൊണ്ടിരുന്നു. അപ്പൊ ഉസ്താദ് എടുത്ത് പറഞ്ഞു കേട്ടി, പഠിച്ചോനെ ഞങ്ങൾ അത്ര അങ്ങനൊന്നും പാടില്ല, ഞങ്ങൾക്കൊന്ന് ഇപ്പൊ ജർമ്മനി പോയിട്ട് ജിന്ന് അപ്പൊ തന്നെ മരുന്നുകൊണ്ടിരുന്നു. അന്നേ പറഞ്ഞത് ഉസ്താദ് കോട്ടപ്പുറത്ത് വെച്ച് അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായസും ഹയസിയത്തും പ്രദാനം ചെയ്യട്ടെ. ഈ കാണുന്ന മുജാഹിദുകളെ ഈ അതിവിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് കെട്ടിച്ച് നാമാവശേഷമാക്കും അതിന് പറ്റുന്നതായിരിക്കുന്ന പണ്ഡിത ശൃംഖലയാണ് വാർത്തുവിട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിവിദൂരമല്ലാത്ത കാലത്ത് മുജാഹിദ് തകരും, സംശയം വേണ്ട. കളിയത് അള്ളാഹു പറയണോ കുൽ ജാഹലിനെ കൂവത്താക്കൽ ബാത്തിൽ ഹക്ക് വരും. ഇവിടെ അത് കുറച്ച് പ്രയാസങ്ങളുണ്ടാവും, ബാത്തിൽ നശിച്ചേ തീരൂ. എന്തെങ്കിലും മനസ്സിലാക്കിയത് പഴയ കാലത്ത് ഇവർക്ക് ഒരു പഴം തന്നിട്ടാ. ബഹുമാനപ്പെട്ട ഉസ്താദ് നല്ല കാണാൻ 10-50 വയസ്സായി എനിക്കായി. കുറ്റിപ്പുറം സമ്പാദനൊന്നും പെട്ടെന്ന് ഉസ്താദൊന്നും ഉണ്ടാവില്ല. ഒന്നെന്താ അറിയോ, ഇവര് കുറച്ച് അറബി മനുഷ്യന്മാർ പഴയ കാലത്ത് കയറിക്കൂടി കുറച്ചക്കാലം മുൻ കിതാബും കുറിച്ചും ഒക്കെ എഴുതുന്നൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെയാണ്. കുറച്ചൊക്കെ അടിച്ചാൽപ്പെട്ട സാഹിത്യം മാതാവെ കുക്കിടൻ ധാന്യം പൂജിക്കുന്നു. ഉമ്മ നമ്മൾ കോഴി എന്നിൽ നിന്നാലും ഓല് മാതാവെ കുക്കിടൻ ധാന്യം പൂജിക്കുന്നു. ആ ഇതിങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും കേൾക്കണം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളെ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഇ.കെ. ഹസൻ മുസ്ലിയാർ, അങ്ങനെ മഹാന്മാരായിരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ അന്ന് വാദപ്രതിവാദത്തിന് വരുമ്പോൾ ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാരാ. ഈ ഭാഗത്ത് അലി അബ്ദുൽ റസാഖ് മദനി ആണ്ട് ഇങ്ങണ്ട് തന്നെ ഒരു 4-5 എണ്ണം. അപ്പൊ എന്താ അറിയോ, ഇവർ ഈ മലയാളത്തിൽ ഇങ്ങനെ സാഹിത്യത്തിൽ ഇങ്ങനെ കടിച്ചാ പൊട്ടതാ വർത്തനം പറയുമ്പോ നമ്മൾ ഉസ്താദന്മാർക്ക് ഇത് അറിയില്ല. അപ്പൊ ആ വിഷയങ്ങൾക്ക് അവർക്ക് ഒരു ശരിയ വരും. ഇവരിങ്ങനെ എന്തുകൂടെ ഇതുകൂടെ പറയുമ്പോ ഇതാ ശൈലിയല്ല. ഇന്നിതാ ഈ ഇരിക്കുന്ന തഫ്സീറും മിസ്കാത്ത് ഓതുന്ന വേണ്ട, അതിന്റെ ആവശ്യമില്ല. 10-3 ഓതുന്ന കുട്ടികളടുത്ത് ഒന്ന് വന്നു നോക്കി മുജാഹിദീനെ നിങ്ങളെ വിവരം അറിയും. ആ നിലക്ക് വാർത്ത വിട്ടിക്കുക. ഇപ്പൊ എന്താ അലിവ് സക്കാത്തിനെ പോലത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് അങ്ങ് മാർക്കിൽ കൊലിക്കണ്. എത്ര വെല്ലുവിളിക്കുന്നുണ്ട് എന്തെങ്കിലും വരാത്തത്. പഴയ കാലത്ത് വാഴപ്രതിവാദത്തിനുണ്ടോ, ഇപ്പൊ ഞങ്ങളിലേക്ക് വാഴപ്രതിവാദത്തിനുണ്ടോ, ഇങ്ങോട്ട് വരി. ദമാശ കളിച്ചത് ദീൻ കൊണ്ട് ഞങ്ങൾ കളിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കി ഹക്കാണ്ട് മനസ്സിലാക്കി തന്നെ എന്റെ ഉമ്മാന്റെ ദുആ തന്നെയാണ്. കാരണം മമ്പറ തങ്ങളെയും ബദരീങ്ങളെയും പോലത്തെ മഹാന്മാരുടെ ആണ്ടിനൊക്കെ ഇറച്ചി കൊണ്ടുവരാൻ എന്റെ ഉമ്മ പേടിച്ചിട്ട് ഇന്നെ കാണാതെ അടുത്ത പേരത്തെ കുട്ടികളെ നീട്ടപ്പത്തിനും ഇതൊക്കെ കൊണ്ടുവരും. എന്നിട്ട് സ്വകാര്യത്തിൽ എടുത്തു വെക്കും. അപ്പൊ ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഒരു ദിവസം ഒരു മറ്റേ ഉബൈദ് മൗലവിയുണ്ട്, വലിയ പ്രഗത്ഭ പണ്ഡിതനാ, മാറഞ്ചേരി. അവൻ മുജാഹിദിന്റെ വലിയ പണ്ഡിതനാ, നല്ല തിരും. അങ്ങനെ മൂപ്പരും വലിയ തമാശക്കാരനാകും പാടില്ല പറയാ. ഇന്നോട് പറഞ്ഞു, പൊന്നാര മൗലി ആ റബീഉൽ ഞങ്ങൾ ആ പള്ളിക്കുള്ള ഇറച്ചിണ്ടല്ലോ, ആ മസാല കൂട്ടിയിട്ട് ആ വലിയ കണ്ടം അതുകൊണ്ട് ഗന്ധി വരുമ്പോ എല്ലാത്തിന്റെ വല്ലിപ്പ കൊടുക്കും. ഒരു 2 കണ്ടം കിട്ടാൻ വല്ല വജ്ജുണ്ടോ? ഹക്കാണിതൊക്കെ പറഞ്ഞത്. അപ്പൊ കുഞ്ഞാവാജി പറയാണ് എനിക്കത് കിട്ടാൻ ഞാൻ പറ്റൂല. മുജാഹിദ് പ്രസിഡന്റ് അത് നല്ല രസം തന്നെയാണ്. അപ്പൊ 9 കോലിന്റെ പത്തുവാണോ മതി? എന്താ 9 കോലിന്റെ പത്തുവ? നിങ്ങൾ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ ഒരു മൗലൂദ് ചോറ് എന്ന് പറയുന്ന ഏറ്റവും മോശപ്പെട്ട ചോറ്, അതൊന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് കഴിക്കുമ്പോ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കഴിക്കുന്നു എന്ന നെയ്യത്തിന്റെ മുകളിൽ ഇറച്ചും ചോറുന്നെല്ലാം തട്ടിക്കോളി. ഞാൻ ഒരു സൊമ്മർ മൗലുമായിട്ട് ഞാൻ ഈ കുഞ്ഞാവാജിൽ അന്ന് പിന്നെ ഒരു വലിയ രോഗിയായിരുന്നു മൂപ്പര്.
അപ്പൊ കുഞ്ഞാവാജി എന്ന് പറഞ്ഞ അയാളെ വന്നപ്പോ ഞാൻ ചോദിച്ച എല്ലാ മൗലവി ഈ എല്ലാ മൗലവി ഞമ്മക്ക് ഉമ്മറോലിനോട് ഞാൻ ചോദിച്ചു, ഫാഷനാണല്ലോ എന്നാലും ആള് സംസാരിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയാങ്കിൽ 4 നീന്തപ്പായെങ്കിലും വാങ്ങിയിട്ട് വെള്ളം കുടിച്ചാനും സതുവത്തും കിട്ടാത്ത ഒരു സ്ഥലം ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഈ ഫത്വ നിങ്ങൾക്ക് അവിടെ കിട്ടാനില്ലെങ്കിൽ നെയ്യത്താണ് മാറ്റിയമാന്ന് ഇറച്ചി തിന്നാൻ തന്നെ അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയാൽ തിന്നൂലേ? കിട്ടിയാലല്ലേ തന്നെയൊക്കെ തന്നെ. ഇപ്പൊ ഞാൻ കുറച്ച് കാലമായി തിന്നലില്ല. ഉമ്മർ മൗലവിനോട് പറഞ്ഞ ഇതൊക്കെ പറയും വെറുതെങ്കിലും അയാൾ നാടാൻ കളിച്ച് പോവാന്ന് എല്ലാ തെളിവ് ഞാനാണ് നേരത്തും. നിങ്ങളേക്ക് മൈക്കന്റെ മുമ്പ് എനിക്ക് അധികം പ്രസംഗിക്കാൻ മുജാഹിദിന് നേരം ഞാൻ വന്നിട്ട് ഇവിടെ ഗൾഫിലായിരുന്നു. ഞാൻ എന്റെ പരിസരത്തൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. തെളിയിക്കാൻ പറ്റില്ലാന്ന് തമാശ കളിക്കങ്ങൾ. അങ്ങനെ ഇപ്പൊ ഞാൻ ഈ മദ്രസിലെ കുട്ടികളോട് ചോദിച്ചു, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതിന്റെ ഇടയ്ക്ക് ഓരോന്ന് മദ്രസിലെ ഈ മൗലവിമാരെന്നാണ് ഈ ചെക്കന്മാരോട് ഞാൻ ചോദിച്ചു, എല്ലാ കുട്ടികളെ എങ്ങനെയൊക്കെയുണ്ട് ഞങ്ങൾക്ക് ഉസ്താദ ഖുർആന്റെ ഖായിദകൾ നിങ്ങൾക്കറിയുമോ? ഇൽഹാർ എന്താണ്, ഇഖ്ഫാ എന്താണ്, ഇഖ്ലാബ് എന്താണ്, ഇദ്ഗാം എന്താണ്, ഉന്നത്ത് എന്താണ്? ഞാൻ വെല്ലുവിളിയോടെ ചോദിക്കുന്നു, അറിയാൻ സാധ്യതയില്ല. എന്താ ഇതിന് കാരണം എന്നറിയോ? മദ്രസി 4 കൊല്ലം സദറായിട്ട് പോലും സദർ മുദരിസെന്നാ പറച്ചില്. പോയിട്ട് പരിശോധിച്ച് നോക്കി ഇടക്കോളത്തെ മുജാഹിദുകാരാ, ഇടക്കോളത്തെ ഫയലുണ്ടെങ്കിൽ പോയി പരിശോധിച്ച് നോക്കി. ആയി കാണങ്ങൾക്ക് VK അബൂബക്കർ ഇടക്കോം സദർ മുദരിസ് ഒപ്പിട്ട് ഫയലൊക്കെ വെച്ചത് കാണാ. നിങ്ങളെടുത്ത് മാറ്റിക്കോ. എന്താ കാര്യം എന്നിട്ട്? അപ്പൊ ഈ തെജ്വീദ് എഴുതിക്കണ ഇത് മുഅയ്യദ്ദീൻ ഉമരി തിരുവിടങ്ങാടിക്കാരൻ പഴയ തലമൂത്ത മുജാഹിദ് നേതാവ് KM മൗലവിന്റെ മകപ്പുറ അയാത്തിലുണ്ട്. അയാൾ മാത്രമേ തലയിലൊരു സാധനം വെക്കുള്ളൂ, കുപ്പി വെക്കുന്ന ആള്. അയാൾ കണ്ടാക്കി വേഗം തിരിയും. അല്ല ഇപ്പൊ വലിയ തലയെ കെട്ടി മുള്ളോരും കെട്ടുള്ളൂ. ഒന്നോ സെക്രട്ടറി ദിവസം തലയെ കെട്ടി കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. അതുപോലെ മറ്റേ ചങ്ങായിണ്ടല്ലോ സുഹൈൽ തുങ്കത്ര അനങ്ങിയ ചീത്താളത്തില് ഖലീൽ തങ്ങളെ പറ്റി ഒരു ദിവസം പറഞ്ഞ അയാളെ 27 രാവിന് അവിടെ മൗലവിയുടെ പ്രസിദ്ധീകരിച്ചു. 27 രാവിന്റെ അന്ന് നടക്കുന്ന ദിക്റിനെ പറ്റി പറഞ്ഞു. ഞാന് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി നൗസാദ് ആസിന്റെ കൂടെ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ നമ്മൾ അടുത്തു പോയി. അപ്പൊ അവിടെ ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ചു പോയി എന്നറിയാള്. അപ്പൊ ഞാൻ ചോദിച്ചു, പൊന്നാരന്റെ സുഹൈർ മൗലവി കുപ്പ മാതണ്ട ഓട് കാറ്റുമാണ് നിങ്ങളെ പറ്റിയുള്ള ചരിത്രം മൂടി വെച്ചതാ. ഫറൂഖ് റൗളത്തുൽ ഉലൂമിന്റെ ഓട്ടന്റെ വിത്തികൾക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഒരുപാട് നാറുന്ന കഥകൾ അറിയാം. ഒരു സലാത്ത് എല്ലാം എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. 35-30 കൊല്ലായി റഷീദ് മൗലവിക്കും കഴിഞ്ഞിട്ടുണ്ടാവൂല. ഖുർആനില്ലേ സലാത്ത് എല്ലാ റസൂലുകളും ചെല്ലിന്ന് പഠിപ്പിക്കണില്ല ചോദിച്ചു. അതൊക്കെ ഉണ്ട്. സലാത്ത് നിങ്ങൾ ഈ ചെല്ലുന്ന സലാത്ത കളിയാക്കുക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് നിങ്ങൾ പറഞ്ഞ സയ്യിദിന വേണ്ട, നിങ്ങൾ എത്ര ചെല്ലുന്നുണ്ട്? അത്തഹിയ്യാത്ത് ഓതുമ്പോൾ ചെല്ലാന്നല്ലാതെ ഒരു സലാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. കാരണം നിങ്ങൾക്ക് ഇവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളൽ ദിക്റില്ലല്ലോ, ഹക്കാണ് കഴിഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വാക്ക് പറയാൻ അള്ളാഹുവിന്റെ ഇവരെ പഴയ KM മൗലവി ജയിച്ചു. ഒരു ദിക്റിന്റെ മജ്ലിസിന്റെയോ സലാത്തിന്റെ മജ്ലിസിന്റെയോ മുമ്പേ അൽ ഇർഷാദില് എന്തെയ്യത്? ഒരു സലാത്തിന്റെ മജ്ലിസിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ സ്വർഗത്തിന്റെ പൂന്തോപ്പിന്റെ അരിവിലൂടെ നിങ്ങൾ നടന്നു പോകണമെന്ന് പറഞ്ഞതാണ്. ഒരു മുജാഹിദുകാരൻ ഒരിക്കലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു ദിക്ർ ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തെ? എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അതിന് അവസരമില്ല. ദിക്ർ നിങ്ങൾ സ്വന്തം ചെല്ലിക്കോളി, കൂട്ടായ്മയോട് എടോ നിങ്ങൾ ടെലിവിഷനിൽ നിന്ന് കാണുക. റമളാനിക്ക് എനിക്കറിയാം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ വിമർശിക്കുന്ന നിങ്ങൾ ഇത് ചെയ്തിട്ടാണെങ്കിൽ മനസ്സിലാക്കണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ കുട്ടികളോട് ഞാൻ ചോദിച്ചു, കുട്ടികളെ നിങ്ങൾക്ക് എന്താ? ഞങ്ങൾക്ക് ഖുർആൻ എടുക്കാൻ അറിയില്ല, ഞങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് അത് തന്നെയാണ് ആ പഠിക്കുന്ന പഠിച്ചു വരുന്ന കുട്ടികളുടെ വിശ്വാസവും. കാരണം 4ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടിക്ക് ഹൈസ്കൂളിൽ പോകാനായി, 7ാം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് പോയി. UP സ്കൂളിലാണ് 4ാം ക്ലാസ് കഴിഞ്ഞ് UP സ്കൂൾ വിട്ടാൽ പിന്നീട് അയക്കൂല. കാരണം ഭൗതിക വിദ്യാഭ്യാസം. കാരണം ഇതൊക്കെ പയഞ്ചനല്ലേ. ഹക്ക് പറയാണ്. ഉമ്മാഹി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് വളർന്നു വരുന്ന മുജാഹിദിന്റെ കുട്ടികൾക്ക് കൈ ഉയർത്തിയിട്ട് ആമീൻ എന്ന് പറയാൻ അത് ഫാഷനല്ല, അത് പയഞ്ചനാണ്. അതുകൊണ്ട് കാരണമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. അത് സുന്നി ആചാരാന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. അത് സുന്നികളുടെ ആചാരമാണ്. ഒരൊറ്റ ഒന്നിന് സ്വന്തം ആത്മാർത്ഥമായി നെഞ്ഞത്ത് കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എത്ര ആളുണ്ട്? നിസ്കാരം കഴിഞ്ഞാൽ ചോരും മടിച്ച പന്തുവരെ ബും തീർച്ചി. ഒരു റമളാനിക്ക ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് ഒഴിവാക്കി വന്നത്. അപ്പൊ റമളാനിക്ക് സുബൈക്ക് പള്ളിക്ക് ചെന്നാ എന്ത് ചെയ്യണം?
ഖുർആന്റെ അഖിലുകാരാണല്ലോ. സുന്നികൾ ഇവർ ഖുർആൻ തൊടാത്തൊരു മാലിം മൗലൂദിന്റെ ആൾക്കാരാണെന്നുള്ള ഇവര് പറഞ്ഞത്. മക്കളെ നിങ്ങൾക്ക് ഈ കഥയൊക്കെ പറഞ്ഞാല് നാടന കഥ. അതായത് ഞാൻ വിചാരിച്ചിരുന്ന നിസ്കാരം കഴിഞ്ഞാൽ നല്ല ഓത്തിനായിരിക്കും, ചായ കുടിച്ചാൻ പോകാല്ലോ. ഞാനിരുന്നിങ്ങനെ ഖുർആൻ ഓതുമ്പോ ഒരുത്തങ്ങനെ കുറച്ച് ഒറ്റ പോക്ക്, അപ്പൊ മറ്റൊരൊക്കെ ഉണ്ട് ഇണിച്ചു പോകണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താന്ന് എവിടേക്കാ ഈ പോണ്, ചായ കുടിച്ചാൻ പോവാ? അല്ല, ഖുർആൻ ഞങ്ങൾ പെരയെ പോയി തോന്നുന്നു. കാരണം ഓ ഓതാൻ പറ്റാ അറിയില്ല. കാരണം നിങ്ങൾക്ക് പഠിപ്പിക്കണതല്ലേ. കാരണം നിങ്ങളൊന്ന് നോക്കൂ, ഇവിടെ അടുത്തുള്ള മുജാഹിദിന്റെ പള്ളികളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവർ ഖുർആന്റെ അഹ്ലുകാരാണല്ലോ. മുസാഹിബുകളൊക്കെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവും. പൊടി പിടിച്ചിരിക്കേണ്ടാവുന്ന നോക്കി വെള്ളിയാഴ്ച അൽക്കോക്ക് ദൂരത്ത് പോലും ഓതാൻ അറിയുന്ന കുട്ടികളില്ല. പഴയ വേഷന്മാരുണ്ടെങ്കിൽ ഇന്ന് മൂളിന്ന് ഇന്നും അത് പാടില്ലായിട്ട് എത്ര ആളാ ഇവിടെ പള്ളിക്ക് ഖുർആൻ ഓതുന്നത്. അത് ആ സാധനം ഇരുന്നിട്ട് മണ്ണായിട്ടുണ്ടാവും. ഇവര് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നമസ്കാരത്തിന്റെ ഫലവും ഷർത്തും ഇവര് 14 ഉണ്ടെന്ന് പറഞ്ഞാൽ 9 പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഇയാളെ എഴുതിയ ഈ തജ്വീദിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. മുഅയ്യദ്ദീൻ ഉമരി എഴുതിയ തജ്വീദിന്റെ ആമുഖം മൂപ്പരി കൊടുത്തിരിക്കുകയാണ്. അതിൽ എഴുതിക്കുകയാണ്, ഇത് പരിപൂർണമല്ല. ഞാൻ ഈ എഴുതിയ തജ്വീദ് പരിപൂർണമല്ല. ഇനിയിപ്പൊ ഇന്ന് മാറ്റിക്കണാവട്ടെ, ഇപ്പൊ ഞാൻ ആ സാധനം തൊട്ടുവെക്കലില്ല. അതുകൊണ്ട് എന്ത് വേണം, നിങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ വിശദമായിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ പഠിപ്പിക്കേണ്ട. ഇൽഹാറും ഇഖ്ഫായും ഇദ്ഗാമും ഒക്കെ ശരിക്ക് പഠിപ്പിക്കേണ്ട. പഠിപ്പിക്കാൻ പറഞ്ഞ മൗലിയുടെ ശരിയാത്. മൗലവിക്ക് ആദ്യം ആവും ഹാവും തിരിഞ്ഞിട്ടില്ല. റൂഫുകളുടെ അക്ഷരങ്ങൾ മഹാരിജികൾ എവിടുന്നാന്ന് അറിയില്ല. ഹൽക്കിന്റെ അക്ഷരം എത്രമാണെന്ന് അറിയില്ല. ഇവനാ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഈ കുട്ടിയാ 4ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടി സ്കൂൾ കണ്ടു, ഹൈസ്കൂളിൽ പോയി. പിന്നെ തീരെ അയക്കൂല. പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പള്ളി ദർസ്? ഇന്ന് നിങ്ങൾ നോക്കൂ, AP-യിലാണെങ്കിലും EK-യിലാണെങ്കിലും ഓരോ പള്ളിയിലും ദർസും അത് പഠിപ്പിക്കാൻ പറ്റിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുമുണ്ട്. നിങ്ങൾക്ക് ഈ കുട്ടിക്ക് പിന്നെ എവിടെ പഠിപ്പിക്കണം? പൊട്ടൻ ആനെ കാണാൻ പോയേൽക്കാം. ഒന്നും തിരിയാതെ കുട്ടിയുണ്ട് പോകുന്നു. ഹയമിനെ പറ്റിയും നിഫാസിനെ പറ്റിയും ഇസ്തിഹാസത്തിനെ പറ്റിയും നിങ്ങൾ അവിടെ പഠിപ്പിച്ചു. തമാശ കളിക്കാം. നിങ്ങൾക്ക് നാളെ അള്ളാഹു ആ നരകത്തിന്റെ തീയിലിട്ട് നിങ്ങൾ കഴിക്കും. കാരണം ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ നിന്നും ഒരു വിരോധത്തിന്റെ പേരിൽ, റസൂലുള്ളാഹിയുള്ള വിരോധത്തിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടി. റസൂലുള്ളാഹിയെ പറ്റി പറയുമ്പോൾ കളി കേൾപ്പ കേവി അബ്ദുൽ ലത്തീഫ് പറഞ്ഞു, സക്കരിയ പറഞ്ഞു, പിന്നെ കുല്ലിന്നമാന വസൂലും മിസ്ലും. സാധാരണ മനുഷ്യൻ ഇന്നത്തെ പള്ളത് വഹി തന്നെ നേരത്തെ മറ്റേ മനുഷ്യൻ, പിന്നെ മറ്റേ മനുഷ്യൻ, ഇങ്ങനെയൊക്കെ കൂടി തീരെ കേട്ടുപോയിട്ട് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതൊക്കെ എന്ത് തമ്മാടിത്താണ്. അലി സഖാഫിനോടും പിന്നെ AP ഉസ്താദിനോടും അതുപോലുള്ളതായിരിക്കുന്ന വണ്ടിയന്മാരോടും ദേഷ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിളിച്ചറിയില്ല. ദേഷ്യം പിടിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മറ്റേ ഹുസൈൻ സൈഫിന്റെ 4 നാളിന്റെ അടുത്തപ്പുറം അയാളൊക്കെ പറയുന്ന, അയാൾ അവിടെ ചെന്ന വലിയ തലയെക്കെട്ടും വലിയ തൊപ്പും വലിയ താടിയും. ഇവിടെ കുത്തുബേലി സയ്യിദിന എന്ന് പറഞ്ഞു. ഞാൻ കുത്തുബ് ഓതുമ്പോ സയ്യിദിന എന്ന് പറഞ്ഞു, അല്ലോ മൗലവി സയ്യിദിന പറയരുതോ, നിങ്ങൾ കുത്തുബൊക്കെ ശരിയാക്കി, റസൂലുള്ളാഹിനെ നമ്മൾ നേതാവാന്ന് പറയാൻ പാടില്ല, കുത്തുബേലില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അബ്ദുറഹ്മാൻ അൻസാരി അല്ലേ ഗൾഫിൽ ഇങ്ങനെ കുത്തുബ് പോകുന്ന അഹമ്മദാ സെന്ററിന്റെ അടുത്തുള്ള പള്ളിക്കല് റഹ്മാനായ തമ്പുരാൻ ഞാൻ മൂപ്പരെ കണ്ട പറഞ്ഞില്ല. കാരണം വലിയ പാന്റും വരാത്ത ആര്യതൊക്കെ ഇടിച്ചു പാന്റും ഷർട്ടൊക്കെ ഇട്ട് അണ്ടർ കമ്മീസാക്കി വരുന്ന ആളുണ്ട്. വലിയ ജുബ്ബ, വലിയ മറ്റേ പന്തൂറ, അതിന്റെ മുകളിൽ പിന്നെ ഒന്ന് കറുത്ത പുതപ്പ്, പിന്നെ വേറെ ഒന്ന് കൂടെ. പിന്നെ ആണത്തുണ്ടാ പണ്ടടു ഇതല്ല മുനാഫിക്കിന്റെ സ്വഭാവമല്ലത്. അവിടെ ചെല്ലുമ്പോ ഒന്ന് ഇവിടെ ചെല്ലുമ്പോ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഞാൻ ഇറങ്ങിയപ്പോ ചോദിച്ചു, എന്താ ചങ്ങായി ഇതെന്ന് ചോദിച്ചു. നമ്മൾ സയ്യിദിനെ പറയാൻ പാടില്ല, ഇവിടെ അറബികൾക്കും വേണ്ടി സയ്യിദിനെ പറയാൻ ഒയ്യാലക്കുല്ലതിനാമന് ഇപ്പൊ കണ്ടില്ല. അബ്ബൻ ചെയ്തിരിക്കണ പണി എമ്മക്ക് പറയും. എനിക്ക് അസേന എടുത്ത് കാണിച്ചു തന്നെ, അസേന എടുത്ത് കാണിച്ചു തന്നെ. അബുദാബിയിലെ ഷെയ്ഖ് സായിദിന്റെ UAE പ്രസിഡന്റിന്റെ 5ാം ചരമവാർഷികത്തിൽ മൗലിദോടും ഔറാദുകളെ കൊണ്ടും അദ്കാറുകളെ കൊണ്ടും വളരെയധികം മഹത്തായ സദസ്സിൽ അക്ബർ എന്ന് അറബികളെന്ന് കായണം മൗലൂദിൽ ഇരുന്നിട്ട് ഇർത്തക്കബത്ത് ഇങ്ങനെ പാടി. ആ പാടുന്ന മജിലിസിൽ ഇരുന്ന് കായ് വാങ്ങി പറഞ്ഞ പോട്ടുണ്ട് ഉസ്താദിന്റെ അടുത്ത് ഉണ്ടാവാ, അസേന്റെ അടുത്ത് അല്ല നമ്മളെ റഫീഖ് ആയസിന് കാണിച്ചെന്ന് ഞാൻ വായിച്ചത്. മുനാഫിഖിന്റെ സ്വഭാവം ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ ഐറ്റം. എന്നിട്ട് ഈ കുട്ടിക്ക് പിന്നെ ഒന്നും തിരിയാതെ, ഈ പെൺകുട്ടികളാണെങ്കിൽ 5ാം ക്ലാസ്സിൽ നിന്ന് പോയാൽ ആ കുട്ടിക്ക് ഖുർആൻ ഓതാൻ പറ്റി. എന്റെ മകളെ ഞാൻ 5ാം ക്ലാസ്സിൽ ചേർത്ത് 4ാം ക്ലാസ് ഞാൻ സുന്നിയായതിനു ശേഷം
ആ കുട്ടിയെ രണ്ടാമത് ചേർത്ത് പഠിപ്പിച്ചു. അവള് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു. പിന്നെ കുറച്ച് എന്റെ പാപ്പന്നെ പഴയ കാലത്ത് ഖുർആന്റെ കായിക പ്രകാരം ഓതാൻ പഠിക്കും. ഞാനും കൂടി പഠിപ്പിച്ചിട്ട് ആ കുട്ടിനെ തേക്കി. അയച്ചെങ്കിൽ പെൺകുട്ടികൾക്ക് അവർ ശുദ്ധീകരിക്കേണ്ട ഹൈറുണ്ടായാൽ എങ്ങനെ ശുദ്ധിയാക്കണം, നിഫാസ് ഉണ്ടായാൽ എങ്ങനെ ശുദ്ധിയാക്കണം, ഇസ്തിഹാത്ത് ഉണ്ടായാൽ എങ്ങനെ ശുദ്ധിയാക്കണം പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ സംസ്കാരത്തിന്റെ 16 ഫർളുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ എത്ര ഫർളാണ് നിങ്ങൾ മനസ്സിലാക്കി പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്? വികൃതവും മോശവുമായിരിക്കുന്ന ഒരു ആശയത്തിന് വേണ്ടിയിട്ട് അല്ലേ നിങ്ങൾ നടത്തുന്നത്? ഈ കുട്ടികൾ വളർന്നു വന്നാൽ നിങ്ങൾ എവിടെ കുട്ടികൾ, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ആര് കൊണ്ടടക്കും? ഇപ്പൊ ആ തല മുതിർന്ന കുറച്ച് എ.പി. അബ്ദുൽ ഖാദർ മൗലവിനെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ആഴ്ചകളെ വാപ്പാഴൊക്കെ നല്ല സുന്നി പണ്ഡിതന്മാരായിരുന്നു പഴയ കാലത്ത്. ആഴ്ചകൾ വേണ്ടി തെരിച്ചാൽ പിന്നെ ഒരു അക്ഷരം പറയാൻ പറ്റുക, ഒരക്ഷരം ഖുർആന്റെ ഹദീസിന്റെയോ അടിസ്ഥാനത്തിൽ ഒരക്ഷരം പറയാൻ പറ്റിയ ഒരു മനുഷ്യൻ ഇല്ല. അപ്പൊ എന്ത് മനസ്സിലാക്കണം? നമ്മൾ നോക്കി ഓരോ മർക്കസിലേക്കും നിങ്ങൾ പോയി നോക്കൂ. ആയിരക്കണക്കിൽ കുട്ടികൾ, 10,000 കുട്ടികൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചു വളരുക. നിങ്ങൾ ഏത് കോളേജിലാ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് എവിടെയാണ് ഖുർആൻ പഠിപ്പിക്കാൻ ഒരു കോളേജ്? നിങ്ങൾ കുട്ടികൾ ആരാ കടിക്കാൻ പോണത്? അഫ്ദൽ ഉലമ കേട്ടാ വിചാരിക്കുക പണ്ഡിതന്മാരിൽ ഉന്നതന് ബഹുമാനപ്പെട്ട സമയം എന്തായിരിക്കണ്? ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ ഇരിക്കുകയാണ്. ഇതിന്റെ സമയം വളരെ ദീർഘിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന അഫ്ദൽ ഉലമയിൽ എന്തെങ്കിലും ഇസ്ലാമിനെ പറ്റി പഠിക്കുന്ന കർമ്മശാസ്ത്രത്തെ പറ്റിയോ അതുപോലെ ജീവിതത്തിൽ അവൻ കൊണ്ടുനടക്കേണ്ട കാര്യങ്ങളെ പറ്റിയോ വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ? അപ്പൊ ഒന്നും പഠിപ്പിക്കാതെ, ഒന്നും മനസ്സിലാക്കാതെ പൊട്ടൻ ആനെ കാണാൻ പോയാൽ ഇസ്ലാമിനെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് വിനയത്തിന്റെ വാക്കിൽ എന്റെ ഈ പ്രഭാഷണം കേട്ട എന്റെ ആ പ്രസ്ഥാന ഭാഗത്ത് നിൽക്കുന്ന തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഹിദായത്തിന്റെ പാതിയിലേക്ക് വരണം. നാച്ചാൽ സമയത്തും പോലെ ആ കബീറത്തിന് എല്ലാ ആ കിതാബ് തരുമ്പോൾ നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മൾ ഹക്കിന്റെ മാർഗ്ഗമില്ല, നമ്മൾ പേച്ചുപോയ മാർഗത്തിലാവരുത്. ഏതെങ്കിലും സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഇവിടെ സംസാരിച്ചപ്പോൾ മറ്റേ ചാവക്കാട്ടിൽ നിന്നപ്പുറം കൂരിക്കുഴി തങ്ങളെ അവിടെ എന്നെ കൊണ്ടുവരുന്നു പ്രഭാഷണത്തിന്. അപ്പൊ അവിടുന്ന് ഞാനും മമ്പീരി അച്ഛനും കൂടിയും കാറിൽ ചെല്ലുമ്പോ ഒരു കുട്ടി വന്ന് എന്റെ കൈ പിടിച്ച് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇതുവരെ മുജാഹിദ് തന്നെയാണ്, നിങ്ങളെ പ്രസംഗം കേട്ട് ഇനി മുതൽ ഞാൻ നിൽക്കൂലെത്താ. ഞാൻ ആ കുട്ടിയെ കൈ പിടിച്ച് തലയോടി പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകട്ടെ. അതുപോലെ വല്ലവരും ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വേഗം ഒഴിവാകണം. അള്ളാഹു നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കുറച്ച് നിന്ന് ജീവിച്ച് ഈമാനോട് മരിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.